നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒന്ന് ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടിട്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവിച്ചെന്നാണ്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. എല്ലാവരും കേട്ടല്ലോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അയ്യോ എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം. കേരളത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ആലോചിക്കുന്നതെന്ന് പറയാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് മെഴുകുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേ സംഭവം തന്നെയാണ് രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ചാറ്റ് സംഭവങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്, ഇത് ശരിക്കും പറഞ്ഞ പണി 8ന്റെ പണി 16ന്റെ പണി എന്നൊക്കെ പറയുമല്ലോ. ഇത് തന്റെ ചാറ്റല്ല, ഇനിയിപ്പോ ഈ പറയുന്ന രീതിയിൽ രേണു അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രേണു ഇതിനെതിരെ പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, ഒരു ചെറിയ കമന്റ് ആരെങ്കിലും ഇട്ടാൽ പോലും അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം സ്റ്റൈലിൽ വീഡിയോ ചെയ്ത് അവനെയും തെറി വിളിക്കുന്ന രേണുവിന് ഇതിനെന്താ മറുപടി ഇല്ലേ രേണു? ഇതിപ്പോ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോഴും രേണു കിടന്ന് ഉരുണ്ട് കളിക്കുകയാണല്ലോ, അവിടെ കിടന്ന് അങ്ങ് മെഴുകുകയാണല്ലോ. എന്താണ് ജസ്റ്റ് മീറ്റപ്പ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീറ്റപ്പ് അല്ല കേട്ടോ. ഈ മീറ്റപ്പ് എന്ന് പറയുന്നത് ചായ കുടി, അതോടൊപ്പം തന്നെ ഡ്രൈവ്, അങ്ങനെയുള്ള എന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. ഇതിനൊക്കെയാണ് സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. മീറ്റപ്പ്, കോണ്ടാക്ട് മൈ മാനേജർ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. പരമ കഷ്ടം, ജാതി ദുരന്തം എന്നല്ലാതെ എന്തൊക്കെയാണ് ഇതിനെയൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല. ഞാൻ ആ ചാറ്റ് കണ്ടിട്ട് പോലും ഇല്ല. അയ്യോ എന്താ പാവം, എന്ത് സൗമ്യമായിട്ട് അറിയണം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണ്, ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ ആണല്ലോ ഇതുപോലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ. ഇതിപ്പോൾ എന്തും മാന്യമായി സൗമ്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്താ രേണു ഇതിന് പ്രതികരണം ഇല്ലേ രേണുവിന്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൊട്ടിത്തെറിയൊന്നും ഇല്ലേ രേണുവിന്? ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനെതിരെ രേണു പ്രതികരിക്കാത്തത്? ഇത്രയൊക്കെ ഈ ഒരു രീതിയിൽ നാറ്റിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് രേണു എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. കണ്ടില്ല എന്നങ്ങ് നടിക്കുവാണോ? കാരണം കണ്ടെന്ന് നടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി വേറെ രീതിയിൽ കിട്ടുമെന്ന് മനസ്സിലായത് കൊണ്ടാണോ ഇനി രേണു ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അങ്ങ് പതുക്കെ സ്കൂട്ടായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് രേണു പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? ഇതാണോ ഒരു പ്രതികരണം എന്ന് പറയുന്നത്? ഇത് മെഴുകൽ എന്ന് പറയുന്നത്. കാരണം ഇത് ഉരുണ്ട് മെഴുകൽ എന്ന് പറയും, മനസ്സിലായോ? അതുപോലുള്ള ഒരു കാര്യമാണ് രേണു ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. കൊള്ളാം. ഡ്രൈവ്, ഫുഡ് കഴി, ചായ കുടി, ഇതിനൊക്കെയാണോ ഈ കോണ്ടാക്ട് മൈ മാനേജർ? എത്രയാണ് ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കോണ്ടാക്ട് മൈ മാനേജർ എന്ന് പറയുന്ന ആ ഒരു ചാറ്റ് ലീക്ക് ആയപ്പോഴത്തേക്കും ഇതൊക്കെയാണോ? ഞാൻ എല്ലാ ലൈവിലും പറയാറുണ്ട് കോണ്ടാക്ട് മൈ മാനേജർ. എന്തുകൊണ്ടാണ് ഇത്? അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണോ? ഇതിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി അങ്ങ് രേണു ആയെന്നുള്ള ഒരു സ്വയം ചിന്തയാണെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു ഗതികേടെന്നല്ലാതെ എന്തോന്നട്ടെ ഇതിനെയൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ പരമ കഷ്ടമെന്നല്ല പറയാനുള്ളത്. അതിക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും പറയണം. എന്തായാലും രേണുവിൻ്റെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു സംഭവവികാസമാണ് കുറച്ച് മുന്നേ കേട്ടതെന്ന് പറയുന്നത്. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇത് എന്തോന്നട്ടെ ഈ വിളിച്ച് പറയുന്നത്, എന്തോന്നട്ടെ ഈ വിളിച്ച് പോകുന്നത്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ വീണെടുത്ത് കിടന്ന് മെഴുകുക, വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രേണു എന്താണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് മുന്നത്തെ ആ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും തന്നെ കാണത്തില്ല. അത് രേണു തന്നെ എന്തായാലും അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അജാതി ദുരന്തം പറയാതിരിക്കാൻ പറ്റുന്നില്ല. കഷ്ടം തന്നെയാണ്, കഷ്ടം.